അപ്പൊ തന്തവയ്പ് മാത്രമല്ല തള്ളവയ്പും ഉണ്ട് എന്നുള്ളത് പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ നിന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ ചിന്തകൾ അങ്ങനെയായിരിക്കും. കാരണം ഞാനിവിടെ ശ്രദ്ധിച്ചിരുന്നു, പലരും ഈ ചൂയിങ്കം വായിലിട്ടിട്ട് ചവച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മളൊരു സദസ്സിൽ, നമ്മളൊരു വേദിയിൽ, അല്ലെങ്കിൽ നമ്മളൊരു സ്കൂളിൽ ഇരിക്കുമ്പോഴൊക്കെ അത്തരം ശീലങ്ങൾ എന്ന് പറയുന്നത് അതൊക്കെ ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ലഹരികളാണ്. അത് നെഗറ്റീവ് ലഹരികളാണ്. അതിൽ നിന്നൊക്കെ നമ്മൾ കുട്ടികൾ ഗെറ്റ് ഓവർ ചെയ്യും. കുട്ടികളെ സംബന്ധിച്ച് എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ മനസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും ഫലഭൂയിഷ്ടമായിട്ടുള്ള ഒരു വിളനിലമാണ്. എന്ത് വിത്താണോ അവിടേക്ക് വീഴുന്നത് ആ വിത്ത് അവിടെ നല്ല ഭംഗിയിൽ വളർന്ന് പന്തലിച്ച് നിൽക്കും. ഇപ്പൊ നമുക്കറിയാം, ഞങ്ങളിവിടെ ഇരിക്കുന്ന തലമുറയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൃശ്യ ശ്രവ്യ മാധ്യമം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ വളർന്നു വന്നവരല്ല. നമ്മളെല്ലാവരും ശ്രവ്യ മാധ്യമം അല്ലെങ്കിൽ പത്രമാധ്യമം എന്നുള്ളതാണ്. നേരെ മറിച്ച് ഇപ്പോൾ ദൃശ്യശ്രവ്യ മാധ്യമമാണ് കൂടുതൽ. നമുക്ക് കേൾവിക്കാരാകുന്നതിന് നമുക്ക് ഒഴിവില്ല. നേരെ മറിച്ച് നമ്മളെല്ലാവരും കാഴ്ചകളുടെ പുറകിലൂടെ പോകുന്നവരാണ്. ഈ പറയുന്ന മൊബൈൽ ആകട്ടെ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ആധുനിക സംവിധാനങ്ങളാകട്ടെ ഒക്കെ നമ്മളെ കൊണ്ടുപോകുന്നത് ഈ ദൃശ്യ സംസ്കാരത്തിലേക്കാണ്. അപ്പൊ ഈ ദൃശ്യ സംസ്കാരം